നിങ്ങൾക്കറിയാവോ 3 തരം ബോഡി ടൈപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ഡയറ്റും ട്രെയിനിങ്ങും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. എക്ടോമോർഫ്, മിസോമോർഫ്, എൻഡോമോർഫ്. ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ 1940-കളിൽ ഡോക്ടർ വില്യം എച്ച് ഷെൽഡൺ ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ആദ്യം പറയുന്ന എക്ടോമോർഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ തിന്നായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ബോഡി മസിലും അതുപോലെ തന്നെ ഫാറ്റും ഗെയിൻ ചെയ്യാൻ വളരെയധികം പാടായിരിക്കും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് മീസോമോർഫ്. അത് അവർക്ക് അത്യാവശ്യം അത്ലറ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മസ്കുലർ ആയിട്ടുള്ള ഒരു ബിൽഡ് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മസിൽ ഗെയിൻ ചെയ്യാനായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ബോഡി ഫാറ്റ് പെർസെന്റേജും ഒരു നല്ല റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഗ്രൂപ്പാണ് എൻഡോമോർഫ്. ഇവരുടെ ശരീരത്തിൽ പൊതുവെ ഫാറ്റ് സെൽസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്യാനായിട്ടും അവരുടെ ബോഡി ഓവർ വെയിറ്റ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ തന്നെ ഇവർ സ്ട്രക്ചറലി വലിയ ആൾക്കാരും ആയിരിക്കും. ഇനിയിപ്പോൾ എക്ടോമോർഫിന്റെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ മെയിൻ ഗോൾ ആയിട്ട് അവർ സെറ്റ് ചെയ്യേണ്ടത് മസിൽ മാസ് ഗെയിൻ ചെയ്യാനായിട്ടും അതുപോലെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് മാക്സിമം നോക്കേണ്ടത്. അവരുടെ മെറ്റബോളിക് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാലറി സർപ്ലസിൽ കഴിക്കാൻ നോക്കുക. അവർ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യണം. എന്നാൽ കാർഡിയോയിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കേണ്ട കാര്യവുമില്ല. ഇനി മിസോമോർഫിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി മസിൽ ബിൽഡ് ചെയ്യാനാണ് അവർ നോക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആയിട്ട് ഒരു മെറ്റബോളിസം ഉണ്ടാവും. അവർ ഫുഡ് കഴിക്കുന്ന ഒരു മെയിൻ്റനൻസ് കാലറി നിർത്തുകയും കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കണം. പിന്നെ നല്ലൊരു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും അതിനോടൊപ്പം ആവശ്യത്തിനുള്ള കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഫിസിക്കൽ ബിൽഡ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് എൻഡോമോർഫിന്റെ കാര്യം പറയുവാണെങ്കിലോ അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഫാറ്റ് കുറയ്ക്കുകയും ചെയ്യണം എന്നാൽ മസിൽ ബിൽഡ് ചെയ്യുകയും ചെയ്യണം. അവരുടെ മെറ്റബോളിക് റേറ്റ് പൊതുവെ കുറവായിരിക്കും. അതുപോലെ കൂടുതൽ എനർജിയും ബോഡി ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണ് ഒരു ചെറിയൊരു കാലറി ഡെഫിസിറ്റിൽ നിൽക്കുക. അതിനോടൊപ്പം ഹൈ ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക. കാർബൺ ഇൻടേക്കോ വളരെ മോഡറേഷനിൽ മാത്രം എടുക്കുക. ഇവരുടെ ട്രെയിനിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാർഡിയോ ചെയ്യണം, മസ്റ്റ് ആയിട്ട് ചെയ്യണം. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മോസ്റ്റ് മോഡേൺ സ്റ്റഡീസും കാണിക്കുന്നത് നമുക്ക് ഒരിക്കലും എന്താണ് ഒരു വ്യക്തി ഇന്ന ടൈപ്പ് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരിലും നമ്മൾ ഈ മേൽ പറഞ്ഞ കാറ്റഗറിയിലുള്ള ബോഡി ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പല പല ക്വാളിറ്റീസ് പല ആൾക്കാരും പല റേഷ്യോയിലായിരിക്കും അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ബോഡി ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ഡയറ്റും ട്രെയിനിങ്ങും എല്ലാം ചെയ്യണം.